ഹരേ രാമ ഹരേ കൃഷ്ണ. ശ്രീമദ് നാരായണീയം തുടരുന്നു. ദശകം 7. ഹിരണ്യഗർഭോൽപത്തി പ്രകാര വർണ്ണനം. ശ്ലോകം 1, 2, 3. മലയാള വിവർത്തനം. പ്രകാശസ്വരൂപിൻ ഇപ്രകാരം 14 ലോകമാകുന്ന സ്വരൂപത്തോടുകൂടി ആവിർഭവിച്ച നിൻ തിരുവടി നാം തന്നെ. പിന്നെ അതിൻ്റെ മേൽഭാഗത്തുള്ള സത്യലോകമെന്നു പറയപ്പെടുന്ന സ്ഥാനത്തിൽ ബ്രഹ്മാവെന്ന പേരുകൂടി അവതരിച്ചു. 3 ലോകങ്ങൾക്കും ജീവാത്മാവായ യാതൊരു ഭഗവാനെ ഹിരണ്യഗർഭനെന്നു പറയുന്നുവോ, ആ ഹിരണ്യഗർഭന് വർദ്ധിച്ചിരിക്കുന്ന രജോഗുണം വികാരനിമിത്തം തെളിഞ്ഞു പ്രകാശിക്കുന്ന അനേകം വിധത്തിലുള്ള സൃഷ്ടിയെ ചെയ്യാനുള്ള കൂടിയവനായി ഭവിച്ചു. അപ്രകാരമായ ഈ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയിൽ മനസ്സുറപ്പിച്ചവനായി തന്നെത്താൻ വളരെയെല്ലാം ആലോചിച്ചു നോക്കിയിട്ടും ലോകത്തെ സംബന്ധിച്ച യാതൊരു അറിവും ലഭിക്കാതെ ചിന്താവിവശനായി സ്ഥിതി ചെയ്തു. ലോകനാഥ, അപ്പോൾ നിൻ തിരുവടി തന്നെ തപസ്സിന് പ്രേരിപ്പിച്ചുകൊണ്ട് തപസ് ചെയ്താലും എന്നിങ്ങനെ ചെവികൾക്ക് സൗഖ്യം മരുളുമാറുള്ള ആകാശവാണിയെ ഇദ്ദേഹത്തെ കേൾപ്പിച്ചു. ലോകങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കെ ആരാണ് എന്നോടിങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചുറ്റുപാടും നോക്കി യാതൊന്നും കാണാതെ അശരീരി വാക്കിൻ്റെ അർത്ഥത്തെ നല്ല പോലെ ആലോചിച്ചറിഞ്ഞു. 1000 ദിവ്യവർഷങ്ങൾ തപസ് ചെയ്തു അദ്ദേഹത്താൽ ആരാധിക്കപ്പെട്ട നിൻ തിരുവടി അത്ഭുതങ്ങളിൽ വെച്ച് മുഖ്യമായതും തൻ്റെ ഇരിപ്പിടവുമായ വൈകുണ്ഠത്തെ ആ ബ്രഹ്മദേവന് കാണിച്ചു കൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.